വർഷം 1938. ദക്ഷിണ കൊറിയയിലെ സുഡോങ് എന്ന ഒരു ചെറിയ ഗ്രാമം. അവിടെ ലീ ബ്യൂങ് ചുൽ എന്ന ഒരു സാധാരണ മനുഷ്യനുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രേഡിംഗ് ബിസിനസ് ആരംഭിച്ചു. ആ കടയിൽ വിറ്റിരുന്നത് ഉണക്കമീൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നോർമൽ ഗ്രോസറി ഐറ്റംസ് ഇതൊക്കെ ആയിരുന്നു. ആ കടയുടെ പേരായിരുന്നു സാംസങ്. അന്ന് ആ കട കണ്ട ആളുകൾക്ക് അതൊരു സാധാരണ പലചരക്ക് കട മാത്രമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് അതൊരു ചെറിയ കട മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ വിഷൻ കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ ഒരു ഫീൽഡിൽ മാത്രം പിടിച്ചു നിന്നാൽ ഗ്രോ ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് സമയം മാറിയപ്പോൾ അദ്ദേഹവും പതിയെ മാറി തുടങ്ങിയത്. സാംസങ് എന്ന സ്ഥാപനം പതിയെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ടെക്സ്റ്റൈൽ, പിന്നെ ഇൻഷുറൻസ്, റീറ്റെയിൽ, കൺസ്ട്രക്ഷൻ, അങ്ങനെ പല മേഖലയിലേക്കും ആത്മവിശ്വാസത്തോടെ കാലുവെക്കുകയാണ്. പലരും ചോദിച്ചു, ഇത്ര വലിയ റിസ്ക് ഒക്കെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ വളരാൻ ആഗ്രഹിക്കുന്നവർ റിസ്കിനെ പേടിക്കൂല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പതിയെ ഇലക്ട്രോണിക്സിലേക്കും കടന്നു വന്നു. ആദ്യം ടെലിവിഷൻ, പിന്നെ റേഡിയോ, പിന്നെ വീട്ടുപകരണങ്ങൾ. എന്നാൽ ഈ ഒരു യാത്ര അത്ര എളുപ്പമുള്ള ഒരു യാത്ര ആയിരുന്നില്ല. വിപണിയിൽ വലിയ ടീമുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. പല പ്രോഡക്ട്സും പ്രതീക്ഷിച്ച അത്ര വിജയം കണ്ടതുമില്ല. പണം നഷ്ടപ്പെട്ടു, ടൈം നഷ്ടപ്പെട്ടു. പക്ഷെ ഓരോരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. റിസർച്ച്, ഇന്നോവേഷൻ, ക്വാളിറ്റി, വീണ്ടും റിസർച്ച്. കാരണം ഓൽക്ക് അറിയാം, ഒരു ബ്രാൻഡ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. വർഷങ്ങളെ പരിശ്രമം, 1000+ എക്സ്പെരിമെന്റ്സ്, 100-ലധികം പരാജയങ്ങൾ, ഇതൊക്കെ കടന്നു പോയ ശേഷമാണ് 2009 സാംസങ് ഗാലക്സി ലോഞ്ച് ചെയ്യുന്നത്. ആ ലോഞ്ച് സാംസങ്ങിന്റെ ചരിത്രം തന്നെ മാറ്റിയെന്ന് പറയാം. ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, പിന്നെ TV, വാഷ് മെഷീൻ, റെഫ്രിജറേറ്റർ, മെമ്മറി ചിപ്പ്, ഡിസ്പ്ലേ, അങ്ങനെ പലതിലും സാംസങ് കയ്യൊപ്പ് ചാർത്തി. അന്ന് ഗ്രോസറി സാധനങ്ങൾ വിറ്റ് ആ സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ ഒരു ജേണി, ഈ ഒരു യാത്രയിൽ നമ്മൾ പലതും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയൊരു തുടക്കം അതൊരു ചെറിയ സ്വപ്നമാകണമെന്നില്ല. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായാൽ, പുതിയ അവസരങ്ങൾ സ്വീകരിച്ചാൽ പരാജയങ്ങൾ ഉണ്ടാകും. പല പരീക്ഷണങ്ങൾ കൊണ്ടും വിയർക്കും. എന്നാലും പിന്നോട്ടില്ല എന്ന ഒരൊറ്റ മൈൻഡിൽ മുന്നോട്ട് പോയാൽ ഏതൊരു ബിസിനസ്സും ഒരു ദിവസം ലോകം ആദരിക്കുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറും. കാരണം ഈ സക്സസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദിവസം എന്തോ ഒരു വലിയ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ കിട്ടുന്ന ഫലമല്ല. ചെറിയ തീരുമാനങ്ങൾ വർഷങ്ങളോളം പല സ്ട്രഗിൾസിൻ്റെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫൈനൽ പോയിന്റ് ഉണ്ട്. ഒരു ദിവസം എത്തും. നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, വെറുതാവില്ല.